രാജ്യത്തിന്റെ 16ാം ധനകമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയ്ക്ക് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ഇന്ന് കേരളത്തിലെത്തും. നിതി ആയോഗ് മുൻ വൈസ് ചെയർമാൻ ഡോക്ടർ അരവിന്ദ് പനഗരിയ ചെയർമാനായ കമ്മീഷൻ 3 ദിവസം സംസ്ഥാനത്ത് സന്ദർശനം നടത്തും. നികുതി വരുമാന വിഭജനത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ധനകാര്യ കമ്മീഷൻ മുമ്പാകെ അവതരിപ്പിക്കും. ഏറെ പ്രതീക്ഷയോടെയാണ് ധനകാര്യ കമ്മീഷൻ സന്ദർശനത്തെ കേരളം നോക്കിക്കാണുന്നത്. കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ധനവിഹിതം ലഭ്യമാക്കാനുള്ള നിർദ്ദേശം സംസ്ഥാനം ധനകാര്യ കമ്മീഷൻ മുമ്പാകെ അവതരിപ്പിക്കും. നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ചു നൽകുന്നതിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയായിരിക്കും കേരളം അവതരിപ്പിക്കുക. അർഹമായ ഗ്രാന്റുകൾ യഥാസമയം ലഭ്യമാക്കാനുള്ള നടപടികൾ സംബന്ധിച്ചും സംസ്ഥാനം ധനകാര്യ കമ്മീഷനെ ബോധ്യപ്പെടുത്തും. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലെത്തുന്ന ഡോക്ടർ അരവിന്ദ് പനഗരിയ ചെയർമാനായ ധനകാര്യ കമ്മീഷൻ സംഘത്തെ ധനമന്ത്രി KN ബാലഗോപാൽ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവർ സ്വീകരിക്കും. കുമരകത്തേക്ക് സംഘം തിങ്കളാഴ്ച രാവിലെ തിരുവാർ പൈമനം പ്രദേശങ്ങൾ സന്ദർശിക്കും. വൈകിട്ട് കോവളത്തെത്തും. ചൊവ്വാഴ്ച രാവിലെ 9:30 കോവളം ലീല ഹോട്ടലിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘത്തെ സ്വീകരിക്കും. തുടർന്ന് മന്ത്രിമാരുമായി ചർച്ച നടത്തും. ഇതിനുശേഷം പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ അധ്യക്ഷന്മാരുമായും വ്യാപാര വ്യവസായ പ്രതിനിധികളുമായും ധനകാര്യ കമ്മീഷൻ ചർച്ച നടത്തും. കൈരളി ന്യൂസ്, കൊച്ചി.